FMS പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ DFMS ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിപ്പിൾ സിസ്റ്റത്തെക്കുറിച്ചാണ്. അതായത് നമ്മൾക്ക് പലപ്പോഴും പല ഫാമേഴ്സും ചോദിക്കുന്ന കാര്യമാണ്, നിപ്പിൾ സിസ്റ്റം ചെയ്യുന്നത് ഏത് കമ്പനിയുടെ നിപ്പിൾ സിസ്റ്റമാണ് നല്ലത്, അതേപോലെ തന്നെ ഏത് മോഡലാണ് നല്ലത് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം അത്തരം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിപ്പിൾ സിസ്റ്റം പല കമ്പനികൾക്കും വ്യത്യസ്ത രൂപത്തിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ ക്വാളിറ്റിയിലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പൗൾട്രി ഫാമിൽ നമുക്ക് പൊതുവെ ഉപയോഗിക്കാൻ നല്ലതായിട്ടുള്ള ഒരു മോഡൽ അതാണ് ഈ ഒരു J ടൈപ്പ് വരുന്ന ഈ ഒരു നിപ്പിൾ സിസ്റ്റം. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അതേപോലെ തന്നെ ഇതിൽ വെള്ളം കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു മോഡൽ നിപ്പിൾ സിസ്റ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷനും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇൻസ്റ്റാളേഷൻ്റെ ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ്, അതായത് നമ്മൾ ആ ഹോൾസ് കൊടുക്കുന്നതൊന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല, അത് ജസ്റ്റ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു J ടൈപ്പ് വരുന്ന നിപ്പിൾ സിസ്റ്റമാണ് ഇപ്പോൾ വരുന്നതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതും അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ളതും. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് ജസ്റ്റ് ഞാൻ കാണിച്ചാൽ, ഇത് നമ്മൾ ഒരു സ്ക്വയർ പൈപ്പിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ എങ്ങനെ വരുന്നത് വെച്ചാൽ, ഇതിവിടെ ഒരു ലോക്കാണ്. ജസ്റ്റ് ഞാൻ കാണിച്ചാൽ ഇത് വരുമ്പോൾ ഈ ഒരു ലോക്ക് ഒഴിവായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്വയർ പൈപ്പിന് ജസ്റ്റ് ഒരു ഹോള്, ഇതിന് കറക്റ്റായിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ വെള്ളം താഴോട്ട് വരുന്ന ഏരിയ. ഇവിടെ നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ടാവും. അത് നമ്മളതിലേക്ക് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ക്ലിപ്പുണ്ട്. നമ്മളവിടെ ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമ്മളിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊന്നും നമ്മളിത് മൊത്തം അയച്ച് മാറ്റേണ്ട ആവശ്യം വരില്ല. നമുക്ക് ഈ ഒരു നിപ്പിള് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ ഇതവിടുന്ന് ആ ലോക്കോ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു നിപ്പിൾ എന്തെങ്കിലും കരട് കൂടിയാൽ അതൊക്കെ ഒഴിവാക്കുക. ഇനി അതല്ല ഇത് മാറ്റാൻ, ഇത് ജസ്റ്റ് നമുക്ക് മാറ്റിക്കളയാം. എന്നിട്ട് നേരെ അതിലേക്ക് നമ്മൾ കയറ്റി കൊടുക്കുന്നു. കയറ്റി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങോട്ട് കറക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, കാണുന്നുണ്ട്. ഈ ഒരു ലോക്കിലേക്ക് ജസ്റ്റ് അങ്ങ് കയറ്റി വെച്ച് കൊടുത്തതിനാണ് സംഭവം സെറ്റായി. പിന്നെ ഇത് നമുക്കറിയാം 360 ഡിഗ്രിയാണ് വരുന്നത്. ഇവിടെ കുത്തിക്കഴിഞ്ഞാലും കോഴികൾക്ക് വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അഫിലിയേറ്റഡ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഭാഗത്ത് വെക്കുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊരു 20-30 സാമ്പിൾ മേടിച്ച് നോക്കുക. എന്നിട്ട് പറ്റുകയാണെങ്കിൽ മാത്രം ബാക്കിയുള്ളതിന് ഓർഡർ കൊടുക്കുക. DFMS നമുക്കിതിൻ്റെ ഒരു ഫിറ്റിംഗ് കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സ്ക്വയറാണ്. നമ്മളെന്ത് ചെയ്യുക, ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ താഴെ ഭാഗത്താണ് നമ്മൾ കറക്റ്റ് അളവെടുത്ത് നമ്മൾ ഹോള് കൊടുക്കുന്നത്. അത് കൃത്യമായ ഇതിന് കണക്കാക്കിയിട്ടുള്ള ഹോള് തന്നെ കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മളിത് മേടിക്കുമ്പോൾ കമ്പനിയുടെ ആൾക്കാർ നമ്മളടുത്ത് പറയും ഏത് ടൈപ്പാണ് എത്ര MM ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഞാനിപ്പോൾ ഹോൾസ് കൊടുത്തിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കാണിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കയറ്റിയതിന് ശേഷം ഇവിടെ നമ്മളങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അതവിടെ ക്ലിപ്പായി. ഇതിപ്പോൾ ക്ലിപ്പാകത്ത് നമ്മളിവിടെ ഹോള് കൊടുക്കാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഹോൾ കൊടുത്തു കഴിഞ്ഞ് ക്ലിപ്പായി കഴിഞ്ഞാൽ ഇതിവിടെ സെറ്റായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കിത് ജസ്റ്റ് റിമൂവ് ചെയ്യാനൊക്കെ ഇത് മാത്രം ഊരിയെടുക്കാനൊക്കെ പറ്റും. എന്തെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ മാത്രം അയച്ച് മാറ്റിയതിന് ശേഷം എന്തെങ്കിലും കരടോ കാര്യങ്ങളോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മളവിടെ നിന്ന് അത് മാറ്റി കൊടുത്തിട്ട് പിന്നെ നേരെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ഒരു ലോക്കുണ്ട്. ഈ ഒരു ലോക്കിലേക്ക് നമ്മളങ്ങനെ അവിടെ സെറ്റാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത്. അപ്പോൾ ഈ ഒരു മോഡലാണ് ഇപ്പോൾ നിലവിലൂടെ ചെയ്തേക്കുന്നതാണിത്. ജസ്റ്റ് കണ്ടോ, അത്യാവശ്യം കുടിക്കാനൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളവും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൗൾട്രി ഫാമിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഈ ഒരു മോഡലാണ്. ത്രെഡ് ടൈപ്പിനെക്കാട്ടും കുറച്ചും കൂടെ നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനുള്ളത്. അപ്പോൾ മൈ ഡിയർ ഫാമേഴ്സ്, ഈ ഒരു നിപ്പിൾ സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നുണ്ട്. എനിക്കിപ്പോൾ ഇതിൻ്റെ ബാക്കി ഫുൾ ഫിറ്റിംഗായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നീ പറഞ്ഞ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ.